പണ്ട് ഒരു വനത്തിൽ നിന്നും ആരോ ഒരു തത്തമ്മയെ പിടിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക്, വീടെന്ന് പറഞ്ഞാൽ വലിയ വീട്, കൊട്ടാര സദൃശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീട്, പിടിച്ചുകൊണ്ട് വന്ന ഈ തത്തമ്മയ്ക്ക് വലിയ കൂടും സമയാസമയത്ത് പാലും പഴവും യഥേഷ്ടം അതിനെ കുടിക്കാനും കഴിക്കാനും ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ യജമാനൻ. പക്ഷേ തത്തമ്മയ്ക്ക് ഇതൊന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. തത്തമ്മയെ സംതൃപ്തിപ്പെടുത്താൻ ഒരിക്കലും ഈ യജമാനന് സാധ്യവുമല്ല. കാരണം അത് സ്വതന്ത്രമായിട്ട് വനത്തിൽ യഥേഷ്ടം പാറി പറന്ന് നടന്ന് അതിനിഷ്ടമുള്ളതൊക്കെ കഴിച്ച് രസിച്ച് കുളിച്ച് സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ജനിച്ച് വളർന്ന പക്ഷിയെ പിടിച്ച് എന്ത് സുഖസൗകര്യങ്ങൾ കൊടുത്ത് നാട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിനകത്തിട്ടാൽ തീർന്നില്ലേ അതിൻ്റെ അവസ്ഥ. എന്നാൽ ഈ വീട്ടിൽ മറ്റൊരു പക്ഷി, ആ പക്ഷി അവിടെ തന്നെ കുഞ്ഞു പ്രായം മുതൽ, അതിൻ്റെ ഓർമ്മയുള്ള നാൾ മുതൽ കൂട്ടിൻ്റെ അകത്ത് ആണ് വളർന്നിരിക്കുന്നത്. എന്തായാലും ഈ തത്തമ്മകൾ തമ്മിൽ സൗഹൃദമാവുന്നു. കാട്ടിൽ നിന്ന്, വനത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന തത്തമ്മ വനത്തിൻ്റെ ആ ഭംഗിയും മനോഹാരിതയും സൗന്ദര്യവും ആ ഒരു കാറ്റും തണുപ്പും പഴവർഗ്ഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ കൊതിയായി. ഈ കൂട്ടിൽ തന്നെ കുഞ്ഞു പ്രായം മുതൽ വളർന്ന പക്ഷി പുറം ലോകം അറിയത്തില്ലല്ലോ. അപ്പോൾ ഈ കാട്ടിൽ നിന്ന് വന്ന പക്ഷി ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് അതിനും ആഗ്രഹമായി, സ്വാതന്ത്ര്യം നേടണം, സ്വതന്ത്രന ആയിട്ട് വേണം ഇനി ഈ വനത്തിൽ ചെന്ന് ഇതൊക്കെ ആസ്വദിക്കാൻ എന്ന് അതിന് ആഗ്രഹമുണ്ടായി. അല്ലാതെ അതിനൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. ഈ യജമാനൻ കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ളത്, അതിൻ്റെ രാജകീയമായ ജീവിതം എന്ന് കരുതി വന്ന പക്ഷിക്ക് പുതിയ അറിവ് കിട്ടി. അങ്ങനെയല്ല, പ്രകൃതി, അതിൻ്റെ ആ ഒരു വാസന, ഇത് ഈ തത്തമ്മയിലൂടെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന തത്തമ്മയ്ക്ക് സങ്കല്പിക്കാൻ സാധിച്ചു. ഏതായാലും പണ്ട് കാലം മുതൽ തന്നെ നാട്ടു നടപ്പ്, ട്രഡീഷണലി ഒരു പെൺകുട്ടി വിവാഹിത ആകുന്നു, തുടർന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം തൻ്റെ നാടും വീടും ഒക്കെ വിട്ട് ആ ഗൃഹാതുരത്വം എല്ലാവർക്കും ഉണ്ടല്ലോ, നൊസ്റ്റാൾജിയ. അപ്പം ഞാനിത് എക്കാലവും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമ്മൾ സമ്മതിക്കേണ്ട ഒരു വാസ്തവികതയാണ്. നിന്ന നിപ്പിന് ഒരാളെ വിശ്വസിച്ച് താൻ ജനിച്ച് വളർന്ന പരിസരവും നാട്ടുകാരും വീട്ടുകാരെയും ബന്ധുക്കളെയും അയൽപ്പക്കവും ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് ഒരു അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയെ വിശ്വസിച്ച്, അല്ലെങ്കിൽ അങ്ങനൊരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി ചെല്ലുക, അവിടെയായിട്ട് അഡ്ജസ്റ്റഡ് ആവുക, തുടർന്ന് ആയുഷ്കാലം മുഴുവനും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ ഇടയാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതെല്ലാവരും ചിന്തിക്കേണ്ട ഒരു സത്യമുണ്ട്. ഒരു പുരുഷൻ തിരിച്ച് ഭാര്യ വീട്ടിലേക്ക് വന്ന്, അങ്ങനെ ചിലരൊക്കെ ഉണ്ടെങ്കിലും ശരാശരി സാധ്യമല്ല. കാരണം ഗൃഹാതുരത്വം എല്ലാവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം കുഞ്ഞുനാൾ മുതലേ നീ മറ്റൊരു വീട്ടിൽ പോകേണ്ടതാണ് എന്നുള്ള രീതിക്ക് പറഞ്ഞ് വളർത്തി ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ വളർത്തപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും മതിപ്പും അംഗീകാരവും നമ്മൾ വന്ന് കയറിയ പെൺകുട്ടിക്ക് കൊടുക്കേണ്ടത് വളരെ 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 ആവശ്യമാണ്, മര്യാദയാണ്, അത്യാവശ്യമാണ്. കാരണം ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന സാധനം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ NRIs ആയിട്ട് എത്രയോ പേര് എന്നെ കാണുന്നുണ്ട്, എന്നെ കൗൺസിലിങ്ങിനും മറ്റും. അപ്പോൾ അവർ നാടും വീടും വിട്ട് അന്യദേശത്ത് നിന്ന് ജോലി ചെയ്ത് അപ്പോഴാണ് നാടിൻ്റെ വിലയും ഒക്കെ അറിയുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും അറിയേണ്ട ഒരു സത്യം കൂടി ഇതിലുണ്ട്. നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ കൃഷിയും നമുക്ക് ലഭിക്കുന്ന ഫ്രൂട്ട്സ്, ഫലമൂലാദികൾ ഉത്തമം തന്നെയാണ്. അത് മറ്റൊരു സ്ഥലത്ത് ചെന്ന്
അനുഭവിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ നാട് തന്നെയാണ് നമ്മുടെ സ്വന്തം കേരളം എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് എങ്ങനെയെങ്കിലും വിദേശത്ത് പോയാൽ മതി. ഇന്നത്തെ ചെറുപ്പക്കാരികൾ വിദേശത്ത് വിസിറ്റിന് പോയിട്ട് വരാം, പക്ഷേ നമ്മുടെ സ്വന്തം നാട്, നമ്മുടെ വീട്, നമ്മുടെ പരിസരം, നമ്മുടെ കൃഷി, നമ്മുടെ മനോഹാരിത തന്നെയാണ് ഏറെ ഭംഗിയുള്ളത്. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമ്മുടെ സ്വന്തം നാടിനെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ പൈതങ്ങളെല്ലാം തിരിച്ചറിയണം. നൊസ്റ്റാൾജിയ വേണം, ആവശ്യത്തിന് ഗൃഹാതുരത്വം അത്യാവശ്യമാണ് എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്.